My dear students, our next chapter is बेटी के नाम. देखिए आपके टेक्स्ट बुक में यहाँ सन 1947 के पूर्व 2 सदियों के भारत ब्रिटिश राज्य के अधीन था. भारत को स्वतंत्र बनाने के लिए न जाने कितनों ने अपनी जान की कुर्बानी दी. इतिहास साक्षी है कि 1857 से भारत की स्वतंत्रता की लड़ाई शुरू हुई थी. इतिहास के पन्ने का एक हिस्सा यहाँ आपके सामने देखिए. 1947 അതിനു മുമ്പ് വരെ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു നമ്മുടെ ഭാരതം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സ്വതന്ത്രനാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വതന്ത്രതാ കി ലഡായി നമ്മളെ സ്വാതന്ത്ര്യ സമരം 1857 സ്റ്റാർട്ട് ചെയ്തു. ഇതിഹാസത്തിലെ ഒരു പേജാണ് നിങ്ങൾക്ക് മുന്നിൽ. ब्रिटिश सरकार ने 1857 की स्वतंत्रता की पहली लड़ाई को परास्त कर दिया. उन्होंने दिल्ली के अंतिम मुगल शासक बहादुर शाह जफर को 6 दिसंबर सन 1858 को मगर नामक ब्रिटिश युद्धपोत से रंगून भेज दिया. 1857 നമ്മുടെ രാജ്യമായിട്ട് ബ്രിട്ടീഷുകാർ യുദ്ധം പ്രഖ്യാപിക്കുകയും യുദ്ധം നടത്തുകയും അങ്ങനെ ആ സമയത്തുണ്ടായിരുന്ന ഏറ്റവും അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ബഹാദൂർ ഷാ സഫറിനെ ഡിസംബർ 4-ാം തീയതി 1958 മഗർ എന്ന യുദ്ധക്കപ്പലിൽ അവർ റംഗൂൺ എന്ന പ്ലേസിലേക്ക് അയച്ചു. അവിടെയാണ് ആളുകളെ ജയിലിലിടുന്ന സ്ഥലം, അവിടേക്ക് അയച്ചു. റംഗൂൺ മേം ഉൻ പർ സഖ്ത് പഹരാത്ത, ഒരു കഠിനമായ തടവായിരുന്നു. നമ്മൾ കാലാപാനി എന്നൊക്കെ പറയും. मिलने की इजाजत तो दूर वे खुलकर किसी से बातचीत भी नहीं कर सकते थे. വളരെ കഠിനമായ തടവ്, അതായത് ശിക്ഷകൾ എന്ന് വെച്ചാൽ ആരോടും സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള തടവ്, അതാണ് അവർക്ക് വിധിച്ചിരുന്നത്. सख्त नजरबंदी के बावजूद बहादुर जाफर ने अपनी कुछ चिट्ठियां दिल्ली पहुंचाई. ആ ശിക്ഷയുടെ ഇടയിലും അദ്ദേഹം കുറച്ച് ലെറ്ററുകൾ ഡൽഹിയിലേക്ക് അയച്ചു. കുൽസും ജമാനി ബേഗം ബഹാദുർ ഷാ ജഫർ കി ബഡി ബേട്ടി തി. അദ്ദേഹത്തിന്റെ മൂത്ത പുത്രിയായിരുന്നു കുൽസും ജമാനി ബേഗം. വേ ദില്ലി മേ അംഗ്രേസോं की ഖൈദ് में थी. അവരും ബ്രിട്ടീഷുകാരുടെ തടവിലായിരുന്നു, പക്ഷെ ഡൽഹിയിലായിരുന്നു. उन्होंने किसी तरह से एक खत अपने खैदी बाप को रंगून भेज दिया था. അവര് ആ മകള് വളരെ കഷ്ടപ്പെട്ട് തന്നെ റംഗൂണിലേക്ക് അച്ഛനൊരു ലെറ്റർ അയച്ചു. उसके जवाब में लिखी गई चिट्ठी यहाँ पेश है. അതിന് മറുപടി എന്നോണം ഇദ്ദേഹം അയച്ച നമ്മുടെ ശാസകമായിട്ടുള്ള മുഗൾ ശാസകമായിട്ടുള്ള ബഹാദൂർ ഷാ ജഫറിനെ അദ്ദേഹത്തിന്റെ മറുപടി ലെറ്ററാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാൻ സാധിക്കുന്നത്. बेटी के नाम. प्यारी बिटिया, देखिए आपकी टेक्स्ट बुक में तुमने अपने खैदी बाप को खत भेजा. खत क्या भेजा मेरी जान, आंसू नामा था. बेटे ने पढ़कर सुनाया. एक दफा सुना जी न भरा, फिर कहा बेटा फिर सुनाना. फिर सुना, वह भी रोया. मेरी आंखें भी आंसुओं से गिर गई. कहा बाबा एक दफा फिर पढ़ो. क्या लिखाऊं बेटी कि मुझ पर तुम्हारे खत का क्या असर हुआ. 3 दफा सुनने के बाद भी दिल को करार नहीं आया. क्या बताते हैं हम. तुमने खैदी बाप को खत भेजा. ये തടവിലാക്കപ്പെട്ട അച്ഛന് ലെറ്റർ അയച്ചിരിക്കുന്നു. ഖത് ക്യാ ബേജ മേരി ജാൻ ആൻസു നാമാത്ത. വളരെ വേദനാജനകമാണ് ആ കത്ത്. നീ എന്തിനാണ് അയച്ചത്. ബേട്ടനെ പഠിക്കർ സുനായ, അവൻ മകൻ എനിക്ക് വായിച്ചു കേൾപ്പിച്ചു.
ഏക് ദഫ സുന, ഒരു പ്രാവശ്യം വായിച്ചു. ജി ന ഭര, എൻ്റെ മനസ്സ് നിറഞ്ഞില്ല, എനിക്ക് തൃപ്തിയായില്ല. ഫിർ കഹ ബേട്ട ഫിർ സുനാന, വീണ്ടും കേൾപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഫിർ സുന, വീണ്ടും വായിച്ചു. വബി റോയ, അവനും കരഞ്ഞു. മേരി ആങ്കേം ബി ആസൂം സെ ഭീഗ് ഗയി, എൻ്റെ കണ്ണുകളും കണ്ണുനീരിനാൽ നിറയപ്പെട്ടു. കഹ ബാബ ഏക് ദഫ ഫിർ പഠോ, വീണ്ടും വായിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ക്യാ ലിഖാവു ബേട്ടി കി മുझ पर तुम्हारे कद के क्या असर हुआ, എന്ത് മാറ്റമാണ്, എന്ത് പ്രഭാവമാണ് നിന്റെ കത്തുകളിലൂടെ എനിക്ക് ഉണ്ടാവാനുള്ളത്. തീൻ ദഫ സുന്നേ കെ ബാദ് ബി ദിൽ കോ ഖരാർ നഹി ആയ, 3 പ്രാവശ്യത്തോളം വായിച്ചിട്ടും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയില്ല. എൻ്റെ ആ കത്തുകൾ വായിച്ചിട്ട്, അതിൽ ഉള്ളടക്കം വായിച്ചിട്ട്, അതിലെ വിവരണങ്ങൾ വായിച്ചിട്ട് എനിക്ക് തൃപ്തിയായിട്ടില്ല. അതിലും ഒരുപാട് വേദനാജനകമായ കത്താണ് അയച്ചിരിക്കുന്നത്. सच कहती हो, दिल्ली वाले मुझको रोते होंगे, वे क्या यह नहीं जानते हैं कि मैं भी उनको रोता हूँ. ഡൽഹിയിലുള്ള ആളുകൾ എനിക്ക് വേണ്ടി കരയാണെന്ന് അറിഞ്ഞു. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കരയുകയും ചെയ്യുന്നുണ്ട്. മേൻ തോ സിദാ ഭട്ടാഹും, ഞാനിവിടെ ജീവനോടെ ഉണ്ട്. വേ തോ ബിനാ ആയി മൗത് മർ ഗയി, അവരെന്നെ കൊല്ലാതെ കൊല്ലുകയാണ്. कितनों के बाप, कितनों के बेटे, कितनों के भाई ഫാസിയാം പർ ചഡ് ഗയി, എത്ര അച്ഛന്മാരാണ്, എത്ര മക്കളാണ്, എത്ര സഹോദരന്മാരാണ് തൂക്കിലേറ്റപ്പെട്ടത്. കിത്തനെ ബച്ചെ യതീം ഹോ ഗയെ, എത്ര കുട്ടികളാണ് അനാഥരായിരിക്കുന്നത്. കിത്തനി ഔരത്തേം ബേവാ ഹോ ഗയി, എത്ര സ്ത്രീകളാണ് വിധവകളായിരിക്കുന്നത്. घर लूट गए नहीं बल्कि खो डाले गए और उन पर हल चलवा दिए गए, വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു, അല്ലെങ്കിൽ തന്നെ അത് തകർന്ന് തരിപ്പണമാക്കപ്പെട്ടു പല വീടുകളും. दिल्ली में जब मेरा मुकदमा चल रहा था, उसी जमाने में तबाही और बर्बादी के किस्से सुने थे. എൻ്റെ കേസ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങളും നാശനഷ്ടങ്ങളും ഉള്ളതായിട്ട് ഞാൻ അറിയാൻ കഴിഞ്ഞു. मेरे यहाँ आ जाने के बाद पता नहीं और क्या क्या परेशानियाँ शहर वालों पर पड़ी होगी. ഞാൻ എവിടേക്ക് വന്നതിന് ശേഷം റംഗൂനിലേക്ക് വന്ന ശേഷം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ദില്ലിവാസികൾക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് അറിയാൻ കഴിയില്ല. ഹാസയ റോയെ കൊയ് ഫായദ നഹി, ചിരിച്ചാലും കരയെ എന്താ എനിക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തായാലും യാതൊരു ലാഭവുമില്ല, അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഹം സബ് കാലെ പാനി മെഹ, ഞങ്ങളെല്ലാവരും കലാപാനി എന്ന് പറഞ്ഞാൽ എന്താണ്, നാട് കടത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പനെ വദൻ ദില്ലി സെ സൈക്കഡോം കോസ് ദൂർ ഹെ, ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഡൽഹിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. घर से जुदा और ऐसे जुदा की अब जीते जी किसी से मिलने की आस नहीं, ആരെയും കാണാനോ ഇനി ആരുമായിട്ട് ബന്ധപ്പെടാനോ സാധിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. പിന്നെ मुझे याद आया जब तुम्हारी शादी हुई थी और गाली बार जाग ने तुम्हारी बारात की ആഗ്വാണി കെ സെഹറെ ലിഖേ തെ, അദ്ദേഹം മകളെ കുറിച്ച് പറഞ്ഞു. കത്ത് വളരെയധികം വേദനാജനകമായതിനെ കുറിച്ച് പറഞ്ഞു. ദില്ലിവാസികളെ കുറിച്ച്, തൻ്റെ പ്രജകളെ കുറിച്ച് ഓർത്തു. പിന്നീട് അദ്ദേഹം തൻ്റെ മകളുടെ ഷാദിയുടെ സമയത്ത് അന്ന് അവൾക്ക് വരൻ്റെ വീട്ടുകാരെ വരവേൽക്കാനായിട്ടുള്ള ആ ഗീതം, അവരെ സ്വീകരിക്കാനായിട്ടുള്ള ആ ആഗവാണി എന്ന് അയച്ചത്, ബാരാത് കി ആഗവാണി, വരൻ്റെ വീട്ടുകാരെ സ്വീകരിക്കാനുള്ള ആ സ്വാഗതഗാനം ഗാലിബും ചൗക്കും ഒക്കെ കൂടിയായിട്ടാണ് അത് എഴുതി തന്നത്. അത് അവിടുത്തെ അന്നത്തെ പ്രധാനപ്പെട്ട കവികളായിരുന്നു. അപ്പോൾ അദ്ദേഹം അത്രയും ദൂരെയുള്ള റംഗൂണിലാണെങ്കിൽ പോലും തൻ്റെ പ്രജകളെ കുറിച്ചിട്ട് ഓർക്കുന്നു. ഒരച്ഛൻ്റെ വേദനയാണ്, തൻ്റെ മകളെ കുറിച്ച് ഓർക്കുന്നു. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല. സംഭവിക്കാൻ പോകുന്നത് എന്തിനാന്നുള്ളത്, എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല. അദ്ദേഹം ഒരുപാട് വേദന അനുഭവിച്ചുകൊണ്ടാണ് അവിടെ ജീവിക്കുന്നത്. തൻ്റെ നാട്ടിലേക്ക് പോകാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയില്ല. മാത്രമല്ല ഇനി ഈ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ അദ്ദേഹം ഒരുപക്ഷെ മരണപ്പെട്ടിരിക്കുക. അപ്പോഴും തൻ്റെ നാട്ടിലേക്ക് പോകാൻ അദ്ദേഹത്തിന്, തൻ്റെ ഡൽഹിയിലേക്ക് പ്രവേശിക്കാൻ അദ്ദേഹത്തിന് യാതൊരു അനുവാദവും ഉണ്ടാവില്ല.
പിന്നെ ഒരു വ്യക്തിയെ പോലും കാണാനോ സംസാരിക്കാനോ പറ്റാത്ത രീതിയിലുള്ള കഠിനമായ ശിക്ഷയാണ് അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് വായിക്കാം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.